ഹായ് ഫ്രണ്ട്സ്, ഒരു എക്സ്പെരിമെൻ്റ് അവസാനമായിട്ട് കാണിക്കുകയാണ്. 10ാമത്തെ ക്ലാസ്സാണ്. മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ വളരെ കൃത്യമായി പഠിക്കുക, സംശയമുണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക. 6 സാധനങ്ങൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. കന്നഡ, അതുപോലെ തന്നെ എയർഫോൺ, അതുപോലെ പാഡ്സ്, താക്കോൽ, ഒരു സെല്ലോ ടാപ്പ്, ഒരു പൗഡർ, ഇങ്ങനെ 6 കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു വ്യക്തിയുണ്ട് എന്ന് വിചാരിക്കാം മുമ്പിൽ. ആ വ്യക്തിയിൽ നിന്ന് പാഡ്സ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ചലഞ്ച്. നമ്മൾ ആദ്യം തന്നെ ഒരു കടലാസിൽ പാഡ്സ് എന്ന് എഴുതി വെച്ചതിന് ശേഷം അതിമടക്കി അവരുടെ കയ്യിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അവർ കാണുന്ന രൂപത്തിൽ വെക്കാം. എന്നിട്ട് അവരോട് പറയാം 1 മുതൽ 6 വരെ. ഇത് 1 2 3 4 5 6. 1 മുതൽ 6 വരെ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയാൻ വേണ്ടി പറയാം. അപ്പോൾ അവർ ഉദാഹരണത്തിന് 3 ആണ് അവർ പറഞ്ഞതെങ്കിൽ നമ്മൾക്ക് പറയാം 1 2 3 1 2 3. എനിക്കറിയായിരുന്നു നിങ്ങൾ 3 പറയുമെന്ന്. ഞാൻ മുമ്പേ എഴുതി വച്ചിട്ടുണ്ട് പാഡ്സ്. ഓക്കെ, പാഡ്സ് എന്ന് ഞാൻ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ 3 ആണ് പറഞ്ഞത്. 1 2 3 എന്നാണ് പറയാം. അഥവാ അവർ പറഞ്ഞത് 4 എന്നാണെങ്കിൽ നമ്മൾക്ക് പറയാം 4. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് എണ്ണാം 1 2 3 4. ഓക്കെ, എന്നിട്ട് അവരോട് പറയാം എനിക്കറിയായിരുന്നു നിങ്ങൾ 4 ആണ് പറഞ്ഞത് എന്ന്. എന്നിട്ട് അവരോട് പറയാം 4 പാഡ്സ്. ഓക്കെ അല്ലേ? ഇനി അവർ പറയുന്നത് 1 എന്നാണെങ്കിൽ നമ്മൾക്ക് പറയാം 1 ആണല്ലേ. 1 എന്നതിൽ 3 സ്പെല്ലിംഗ് ഉണ്ട് അല്ലേ? 1 എന്നുള്ളതിൽ 3 സ്പെല്ലിംഗ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് പറയാം 1 എന്നുള്ളതിൽ എത്ര സ്പെല്ലിംഗ് ഉണ്ട്? 3 എന്നവർ പറയും. ആ സമയത്ത് നമുക്ക് പറയാം 1 ONE. അപ്പോൾ നമുക്ക് പറയാം നിങ്ങൾ പാഡ്സ്, എനിക്കറിയായിരുന്നു നിങ്ങൾ 1 എന്ന് പറയും. അപ്പോൾ പാഡ്സ് എന്ന് വന്നു. അവർ 2 ആണ് പറഞ്ഞത്. 2ൽ 3 സ്പെല്ലിംഗ് ആണുള്ളത്. TWO. ഇതുപോലെ തന്നെയാണ്. 3 നമ്മൾ കാണിച്ചു. 1 2 3 അങ്ങനെയാണ് എണ്ണേണ്ടത്. 4 നമ്മൾ കാണിച്ചു. 1 2 3 4. 3യും 4 ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് 1 2 3 1 2 3 4. ഇനി 5 ആണെങ്കിൽ 5ൽ 4 സ്പെല്ലിംഗ് ആണുള്ളത്. അപ്പോൾ 1 2 3 4 4 സ്പെല്ലിങ്. അപ്പോൾ പാഡ്സ് ആണ് ഇതിലൂടെ വരുന്നത്. പാഡ്സ്. ഓക്കെ, ഇനി 6 ആണ് അവർ പറയുന്നതെങ്കിൽ 6ൽ 3 സ്പെല്ലിങ്. 1 2 3 6 SIX. അപ്പോൾ ഇതിൽ പാഡ്സ് എന്ന് കാണിക്കും. ഇതാണ് ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. 10ാമത്തത്. കഴിയുന്നവരൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ വലിയ എക്സ്പെരിമെൻ്റ് പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്തു നോക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം. ചോദിക്കാതെ, സംശയം തീരാതെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി അവതരിപ്പിക്കരുത്. അത് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ.